എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിലെ ഭൗമോപരിതലം എന്ന ഭാഗമാണ്. ഭൗമോപരിതലത്തിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ശിലാമണ്ഡലം. എന്താണ് ശിലാമണ്ഡലം? ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. അതായത് ഭൂമിയുടെ മുകൾ ഭാഗം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ്. ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിലെ പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ. പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ. ശിലാമണ്ഡലത്തിലെ ഒരു പ്രധാന ഘടകമാണ് മണ്ണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ് പെഡോളജി. പെഡോളജിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനാണ് പെഡോളജിസ്റ്റ്. അപ്പൊ മണ്ണിന്റെ ശാസ്ത്രീയ ശാഖ ഏതാണ്? പെഡോളജിയാണ്. പെഡോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനെ പറയുന്ന പേരാണ് പെഡോളജിസ്റ്റ്. എങ്ങനെയാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത്? അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയ വഴിയാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അപക്ഷയം എന്നുള്ളത്. ഈ അപക്ഷയം വഴി ശിലകൾ പൊട്ടിപ്പൊടിയുന്നു. ആ പൊടിഞ്ഞതും അതിനോടൊപ്പം തന്നെ ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചും ഒരുപാട് കാലത്തെ പ്രക്രിയ വഴിയാണ് മണ്ണ് രൂപപ്പെടുന്നത്. മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. മണ്ണിന്റെ കനവും ഘടനയും എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അത് രൂപപ്പെടുന്ന സമയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക മണ്ണ് ദിനമാണ് ഡിസംബർ 5. ഡിസംബർ 5ന്റെ പ്രത്യേകത എന്താണ്? ലോക മണ്ണ് ദിനമാണ്. അടുത്തതാണ് ജലമണ്ഡലം. എന്താണ് ജലമണ്ഡലം? നമുക്കറിയാം, ഭൂമിയിലെ ജലത്തിന്റെ ഭാഗമാണ് ജലമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയിലെ ജലം ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലായിട്ടാണ് നിലകൊള്ളുന്നത്. ഏതൊക്കെ അവസ്ഥയിലാണ്? ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലായിട്ടാണ് ഭൂമിയിൽ ജലം നിലകൊള്ളുന്നത്. നമുക്കറിയാം, ഭൂമിയുടെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. പക്ഷെ അതിൽ നമുക്ക് ശുദ്ധജലമായിട്ടുള്ളത് എത്ര ഭാഗം മാത്രമാണ്? 3% മാത്രമാണ് ശുദ്ധജലം ഉള്ളത്. അടുത്തതാണ് വായുമണ്ഡലം. ഭൂമിയെ പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം എന്ന് പറയുന്നത്. അപ്പം ഭൂമിയിലെ വാതക പാളിയാണ് വായുമണ്ഡലം എന്ന് പറയുന്നത്. അടുത്തൊരു ചെറിയ കാര്യമുണ്ട്, ഓക്സിജൻ പാർലറുകൾ. എന്താണ് ഈ ഓക്സിജൻ പാർലറുകൾ? ഈ പാർലറിൽ കയറുന്ന ആർക്കും ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ജപ്പാനിലെ നഗരങ്ങളിലൊക്കെ ഏറെ വർഷങ്ങളായിട്ട് നിലവിലുള്ള സംവിധാനമാണ് ഓക്സിജൻ പാർലറുകൾ. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉള്ള സ്ഥലമാണ് ഡൽഹി. ഈ ഡൽഹിയിൽ വായു മലിനീകരണം കാരണം അവിടുത്തെ നഗരങ്ങളിലൊക്കെ ശുദ്ധവായു പമ്പ് ചെയ്ത് കയറ്റുന്ന വലിയ വലിയ യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക ഓക്സിജൻ പാർലർ എന്താണെന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത മണ്ഡലമാണ് ജൈവമണ്ഡലം. എന്താണ് ജൈവമണ്ഡലം? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അടങ്ങിയ മണ്ഡലമാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അടങ്ങിയിട്ടുള്ള മണ്ഡലമാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. എന്താണ്? ജൈവമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് ജലമണ്ഡലം നിലനിൽക്കുന്നത്. ഇതാണ് ജൈവമണ്ഡലത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ജലമണ്ഡലം, വായുമണ്ഡലം, സ്ഥലമണ്ഡലം അഥവാ ശിലാമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളും കൂടി ചേരുന്നതാണ് ജൈവമണ്ഡലം. അതുപോലെ ഈ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് ഈ ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ഇനി അടുത്ത ഭാഗമാണ് ഭൂരൂപങ്ങൾ. ഭൂരൂപങ്ങൾ അഥവാ ലാൻഡ് ഫോംസ്. ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ഭൂരൂപീകരണം. അതായത് ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രക്രിയ ഭൂരൂപങ്ങൾ. ഭൂരൂപീകരണ ശക്തികൾക്ക് ഉദാഹരണമാണ് ഒഴുക്ക് വെള്ളം, കാറ്റ്, ഹിമാനികൾ തുടങ്ങിയവ. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? ഒഴുക്ക് വെള്ളം, കാറ്റ്, ഹിമാനികൾ. ഭൂരൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. എന്താണ് ജിയോമോർഫോളജി? ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂരൂപീകരണ ശാസ്ത്രം. എന്താണ്? ഭൂരൂപങ്ങളുടെ രൂപീകരണവും പരിണാമം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂരൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. അടുത്തതാണ് അപരദനം. അപരദനം അഥവാ ഇറോഷൻ. രാസികവും ഭൗതികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ പൊട്ടിപ്പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാലകൾ, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം.
നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അപക്ഷയം 3 തരത്തിലുണ്ടെന്ന്. രാസികവും ഭൗതികവും ജൈവികവുമായിട്ടുള്ള അപക്ഷയങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപക്ഷയം നടക്കുമ്പോൾ നമുക്കറിയാം ശിലകൾ പൊട്ടിപ്പൊടിയും. ഈ പൊട്ടിപ്പൊടിയുന്ന ശിലാവസ്തുക്കൾ കാറ്റ്, തിരമാല, ഹിമാനികൾ തുടങ്ങിയ ബാഹ്യശക്തികൾ എന്ത് ചെയ്യുന്നു? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്നു. ഈ പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. അടുത്തതാണ് നിക്ഷേപണം അഥവാ ഡിപ്പോസിഷൻ. രാസികവും ഭൗതികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കൾ താഴ്ന്ന പ്രതലങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് അപക്ഷയം. നമ്മൾ നേരത്തെ പറഞ്ഞ അപക്ഷയത്തിലൂടെ രൂപപ്പെടുന്ന ശിലാവസ്തുക്കളെ താഴ്ന്ന പ്രതലങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം അഥവാ ഡിപ്പോസിഷൻ. നിരപ്പാക്കൽ പ്രക്രിയ. എന്താണ് നിരപ്പാക്കൽ പ്രക്രിയ? അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നിരപ്പാക്കൽ എന്ന് പറയുന്നത്. അതായത് അപരദന ഫലമായിട്ട് ഉയർന്ന പ്രദേശങ്ങൾ എന്താകുന്നു? നിരപ്പാക്കുന്നു. നിക്ഷേപണ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെടുന്നു. അപ്പൊ ഇതാണ് നിരപ്പാക്കൽ പ്രക്രിയ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നദീജന ഭൂരൂപങ്ങൾ. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന ഭൂരൂപങ്ങൾ. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായിട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് നദി ഉദ്ഭവിക്കുന്നത്? നമുക്കറിയാം, ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവുകളിൽ നിന്നാണ് നദി ഉദ്ഭവിക്കുന്നത്. ഒരു നദി ഉദ്ഭവിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണ് പ്രഭവസ്ഥാനം. പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു നദി ഉദ്ഭവിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണത്. അടുത്തതാണ് പോഷക നദികൾ. എന്താണ് പോഷക നദികൾ? ഒരു നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഉപനദികൾ അറിയപ്പെടുന്ന പേരാണ് പോഷക നദികൾ. അതായത് ഒരു നദി ആ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന മറ്റ് ഉപനദികൾ അറിയുന്ന പേരാണ് പോഷക നദികൾ. അടുത്തതാണ് കൈവഴികൾ. നദീമുഖത്തോട് അടുക്കുമ്പോൾ വൻതോതിലുള്ള അവസാദ നിക്ഷേപണം, ചെരിവിന്റെ അഭാവം എന്നിവയുടെ ഫലമായി നദികൾ പലതായി വേർപിരിഞ്ഞ് ഒഴുകുന്നതിനെ കൈവഴികൾ എന്ന് പറയുന്നു. അതായത് നദീമുഖത്തോട് അടുക്കുന്ന സമയത്ത് വൻതോതിലുള്ള അവസാദ നിക്ഷേപം ഉണ്ടാകും. അവിടെ ചെരുവുകളുടെ അഭാവങ്ങളും ഉണ്ട്. അതിന്റെ ഫലമായിട്ട് നദികൾ എന്താകുന്നു? പലതായിട്ട് വേർപിരിഞ്ഞ് ഒഴുകുന്നു. അതിനെയാണ് കൈവഴികൾ എന്ന് പറയുന്നത്. അടുത്തത്, ഒരു നദിയെ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടം നദീമുഖം എന്നാണ് പറയുന്നത്. നദീമുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തിനെയാണ് നദീമുഖം എന്ന് പറയുന്നത്. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്. അപ്പം ഒരു നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത് എന്തൊക്കെയാണ്? അവിടെയുള്ള ജലത്തിന്റെ അളവ്, അതുപോലെ ശിലാഘടനകള്, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്, ഇവയൊക്കെയാണ് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. അടുത്തത് താഴ്വരകൾ. നദിയുടെ ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നീർച്ചാലുകളുടെ ആഴം വർദ്ധിക്കുകയും നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നു. അതിന്റെ ഫലമായി താഴ്വരകൾ രൂപം കൊള്ളുന്നു. എങ്ങനെയാണ് ഈ താഴ്വരകൾ ഉണ്ടാകുന്നത്? നദിയുടെ ഒഴുക്ക് വേഗമാകുന്നു, നദിയുടെ ഒഴുകിന്റെ വേഗം കൂടുന്നു. അതിന്റെ ഫലമായിട്ട് അപരദന പ്രക്രിയയുടെ ഫലം കൂടുന്നു. അപ്പം ഈ നീർച്ചാലുകളുടെ ആഴം കൂടുന്നു. നീർച്ചാലുകളുടെ ആഴം കൂടുമ്പോൾ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നു. അതിന്റെ ഫലമായിട്ടാണ് താഴ്വരകൾ രൂപം കൊള്ളുന്നത്. അടുത്തത് നദിത്തട്ടുകളാണ്. മുൻകാല താഴ്വരകളുടെ തറയുടെയോ പ്രളയ സമതല നിരപ്പുകളുടെയോ ശേഷിപ്പുകളാണ് നദിത്തട്ടുകൾ എന്ന് പറയുന്നത്. അതായത് മുൻകാല താഴ്വരകളുടെ തറയുടെയോ അല്ലെങ്കിൽ പ്രളയം സംഭവിച്ചിട്ടുള്ള നിരപ്പുകളുടെയൊക്കെ ശേഷിപ്പുകളാണ് നദിത്തട്ടുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് വെള്ളച്ചാട്ടം. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ഭൂരൂപമാണ് വെള്ളച്ചാട്ടം. അതായത് കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകൾ, അതിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. അതിലുള്ള മൃദുശിലകൾ കൂടുതൽ അപരദനത്തിന് വിധേയമാകുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭൂരൂപം ഉണ്ടാവുന്നത്. വെള്ളച്ചാട്ടം രൂപം കൊള്ളുന്നത് നദീമാർഗത്തിൽ ഉപരിഘട്ടത്തിൽ വെച്ചിട്ടാണ്. അടുത്തതാണ് മിയാൻഡറുകൾ. ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടെ പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. ഇതിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. അതായത് താരതമ്യേന ചെരിവ് കുറഞ്ഞിട്ടുള്ള പ്രദേശം. ആ പ്രദേശത്തു കൂടെ നദി ഒഴുകുന്ന സമയത്ത്
അവസാദങ്ങളോ ശിലകളോ ഒക്കെ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് നദി വളഞ്ഞൊഴുകുന്നു. ഇങ്ങനെ വളഞ്ഞൊഴുകുന്നതിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. പക്ഷെ മിയാൻഡറുകൾ ഒരിക്കലും ഒരു ഭൂരൂപമല്ല, മറിച്ച് അവ നീരൊഴുക്കിന്റെ ഒരു ക്രമം മാത്രമാണ്. അപ്പം നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ശിലാമണ്ഡലമാണ്. ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെടുന്നതുമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. പ്രധാന ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, സമതലങ്ങൾ, പീഠഭൂമികൾ. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് മണ്ണാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയാണ് പെഡോളജി. പെഡോളജിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനെ പറയുന്ന പേരാണ് പെഡോളജിസ്റ്റ്. പിന്നെ അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞു ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയ വഴിയാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. എങ്ങനെയാണ് അപക്ഷയ പ്രക്രിയയിലൂടെയും ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയ വഴിയാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. പിന്നെ മണ്ണിന്റെ കനവും ഘടനയും അതിന്റെ രൂപം കൊള്ളുന്ന സമയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലോക മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 അടുത്തത് ജലമണ്ഡലം. ഭൂമിയിലെ ജലം ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലാണുള്ളത്. ഭൂമിയിൽ 2/3 ഭാഗവും ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് ശുദ്ധജലമുള്ളത്. അടുത്തത് വായുമണ്ഡലം. ഭൂമിയെ പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതകപാളിയാണ് വായുമണ്ഡലം. പിന്നെ നമ്മൾ നോക്കിയത് ഓക്സിജൻ പാർലറുകളാണ്. ഈ പാർലറിൽ കയറുന്ന ആർക്കും ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തത് ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അടങ്ങുന്ന മണ്ഡലമാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. അതുപോലെ ജലമണ്ഡലം, ശിലാമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. പിന്നെ ഭൂരൂപങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ഭൂരൂപീകരണം എന്ന് പഠിച്ചു. പിന്നെ ഭൂരൂപീകരണ ശക്തികൾക്ക് ഉദാഹരണമാണ് ഒഴുക്കുവെള്ളം, കാറ്റ്, ഹിമാനികൾ തുടങ്ങിയവ. പിന്നെ നമ്മൾ പഠിച്ചത് ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂരൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. പിന്നെ അപരദനമാണ് പഠിച്ചത്. അത് അപക്ഷയത്തിലൂടെ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കൾ, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം. പിന്നെ നമ്മൾ പഠിച്ചത് നിക്ഷേപണമാണ്. അപക്ഷയത്തിലൂടെ ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞ് രൂപപ്പെടുന്ന ശിലാവസ്തുക്കൾ താഴ്ന്ന പ്രതലങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം. പിന്നെ നമ്മൾ നോക്കിയത് നിരപ്പാക്കൽ പ്രക്രിയയാണ്. അപരദന ഫലമായി ഉയർന്ന പ്രദേശങ്ങൾ നിരപ്പാക്കുകയും നിക്ഷേപണ ഫലമായി താഴ്ന്ന പ്രദേശങ്ങൾ നികത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നിരപ്പാക്കൽ പ്രക്രിയ. പിന്നെ നമ്മൾ പഠിച്ചത് നദീജന ഭൂരൂപങ്ങളാണ്. നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് നദീജന ഭൂരൂപങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നാണ് നദി ഉദ്ഭവിക്കുന്നത്. പ്രഭവസ്ഥാനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പോഷക നദികൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദി ഉദ്ഭവിക്കുന്ന സ്ഥലമാണ് പ്രഭവസ്ഥാനം. പോഷക നദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദിയിലേക്ക് ഒഴുകി വരുന്ന മറ്റ് ഉപനദികളാണ് പോഷക നദികൾ. പിന്നെ നമ്മൾ കൈവഴികൾ പഠിച്ചു. നദീമുഖത്തേക്ക് അടുക്കുന്ന സമയത്ത് വൻതോതിലുള്ള അവസാദ നിക്ഷേപവും ചെരുവിന്റെ അഭാവം മൂലം നദികൾ പലതായി വേർതിരിഞ്ഞു ഒഴുകുന്നു. അതിനാണ് കൈവഴികൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നദീമുഖം എന്താണെന്ന് പഠിച്ചു. അതായത് നദി കടലിലേക്കോ മറ്റേതെങ്കിലും ജലാശയത്തിലേക്കോ പതിക്കുന്ന ഇടത്തെയാണ് നദീമുഖം എന്ന് പറയുന്നത്. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലത്തിന്റെ അളവ്, ശിലാഘടന, പ്രദേശത്തിന്റെ ചെരിവ്, അവസാദങ്ങളുടെ അളവ്. പിന്നെ നമ്മൾ പഠിച്ചത് താഴ്വരകളാണ്. നദിയുടെ ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി നീർച്ചാലുകളുടെ ആഴം വർദ്ധിക്കുകയും നദിയുടെ അടിത്തട്ടിൽ അപരദന തീവ്രമാകുന്നതിന്റെ ഫലമായിട്ട് താഴ്വരകൾ രൂപം കൊള്ളുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് നദീത്തട്ടുകളാണ്. മുൻകാല താഴ്വരകളുടെ തറയോ അല്ലെങ്കിൽ പ്രളയ സമതല നിരപ്പുകളൊക്കെയാണ് നദീത്തട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് വെള്ളച്ചാട്ടാണ്. കഠിനവും മൃദുലവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരയിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുമ്പോൾ രൂപപ്പെടുന്നതാണ് വെള്ളച്ചാട്ടം. ലാസ്റ്റ് നമ്മൾ പഠിച്ച കാര്യം മിയാൻഡറുകളാണ്. താരതമ്യേന ചെരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നു. ഇതിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. മിയാൻഡറുകൾ ഒരു ഭൂരൂപമല്ല, മറിച്ച് അതൊരു നീരൊഴുക്കിന്റെ ഒരു ക്രമം മാത്രമാണ്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലുള്ളത്. ഇന്നത്തെ ക്ലാസ്സിന്റെ PDF നോട്ടിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.